അപ്പോഴേ 3-4 ദിവസമായിട്ട് മീൻ വാങ്ങാത്തതുകൊണ്ട് തന്നെ ചോറിനാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി മീനൊക്കെ ഇല്ലാതെ പിന്നെ അങ്ങനെ ചോറിണുന്നത്. എന്തായാലും ഇന്ന് പോയി 2 കിലോ ചിക്കൻ അങ്ങ് വാങ്ങി. ചിക്കനൊക്കെ കുത്തനെ വില അങ്ങ് കൂട്ടി കേട്ടോ. കിലോയ്ക്ക് 150 രൂപ. ചിക്കൻ വൃത്തിയാക്കുമ്പോഴത്തേക്കിനും ലച്ചുവിനോട് ഞാൻ 2 സവാള വിളിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. എന്തായാലും ബുദ്ധിമുട്ടൊന്നും പറഞ്ഞില്ല. സവാള വിളിച്ചു തരാമെന്ന് പറഞ്ഞ് പൊളിക്കും കേട്ടോ. ഇന്നലെ തൂത്തിട്ട മിറ്റ്, ഇന്നലെ നല്ല വെയിലായിരുന്നു, പക്ഷെ ഒടുക്കത്തെ കാറ്റായതുകൊണ്ട് ഇന്നലെ തൂത്തിട്ട മിറ്റത്ത് കിടക്കുന്ന കോലം കണ്ടോ. ഇന്നൊട്ട് തൂക്കാനുള്ള സമയം കിട്ടി നല്ല മഴ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു ഇച്ചിരി മഴ തോന്നിയിരിക്കുക. അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ജോലിയായി. എന്തായാലും മീൻ കിട്ടാത്തപ്പോൾ ഇവരുടെ കാര്യം കഷ്ടമായത് കേട്ടോ. ഇന്നലെ ഇഞ്ചി കൂട്ടാനും ചോറുമായിരുന്നു കൊടുത്തത്. നമ്മൾ പോലും കഴിക്കത്തില്ല, പിന്നെ അവർ കഴിക്കുന്നത്. എന്തായാലും കുറച്ച് പെഡിഗ്രി ഉണ്ടായതുകൊണ്ട് അവർ രക്ഷപ്പെട്ട്. ഇവിടെ ഒന്ന് അഴിച്ചു മാറ്റാമെന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്കിനും, അഴിച്ചു വിടാമെന്നും പറഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഉണ്ട് അവിടെ ഒരുക്കത്തെ ഒരു സ്നേഹപ്രകടനം. അവൾക്കൊരു കൂട് കൊടുത്താൽ അവൾക്ക് കൂട് വേണ്ട, അവൾക്കിങ്ങനെ ഓപ്പണായിട്ട് കിടക്കണം, കൂട്ടി കിടക്കത്തില്ല. സവാള വിളിച്ചു കഴിഞ്ഞപ്പോൾ ലച്ചുവിന് തന്നെ മനസ്സിനൊരു ഇത്, ആരും പറയാതെ തന്നെ എന്തായാലും മിറ്റങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങി. പകുതി തൂത്തപ്പോഴത്തേക്കിനും ഒടുക്കത്തെ മഴ. പിന്നെ അത് അവിടെ ഇട്ടിട്ട് അവിടെ കയറി അങ്ങ് പോയി കേട്ടോ. പകുതി മിറ്റ് ഇപ്പോഴും അങ്ങനെ കിടക്കുക. പിന്നെ മഴ തോന്നിട്ടില്ല. എന്തായാലും അപ്പോഴത്തേക്കിനും ഞാൻ 3 സവാളയും കുറച്ച് തേങ്ങാക്കൊത്തും 2 പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ. മീൻ കൂട്ടാനും പകരമായതുകൊണ്ട് മീൻ ചട്ടിക്കകത്ത് തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കണ്ട ഞാൻ സവാളയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ വഴറ്റിയെടുക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ സഞ്ചയനി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അധികം വന്ന ഇഡ്ഡലി സാമ്പാറും പ്രഥമനും ഒക്കെ കൊണ്ടുവന്ന് വെച്ചേക്കും കേട്ടോ. ചിക്കനകത്തിടാൻ ഗരം മസാലയും ഇല്ല, തക്കാളിയും ഇല്ല. രണ്ടും മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് തക്കാളി തീർന്നാലും ഞാൻ അറിഞ്ഞില്ല, ഗരം മസാല തീർന്നാലും അറിഞ്ഞായിരുന്നു, പക്ഷെ മറന്നുപോയി. അങ്ങനെ എന്തായാലും ചിക്കൻ ഇച്ചിരി ചാറ് കൂട്ടി വെക്കണമെന്ന് പിള്ളേർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ചാറ് ഒഴിച്ച് ചോറിനകത്ത് തിന്നാനായിട്ട്. പിന്നെ ഞാൻ ഇച്ചിരി പുളിശ്ശേരിയും വെച്ച് ഇന്നലെ വറുത്തരച്ച് ഇഞ്ചി കൂട്ടാനായിട്ട് അതും ഇരിപ്പുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.